കോഴിക്കോട് കുറ്റ്യാടി മലയോര മേഖലയിൽ കാറ്റിലും മഴയിലും നാശനഷ്ടമുണ്ടായി. മരുതോങ്കര അടുക്കത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. താമരശ്ശേരി കട്ടിപ്പാറയിലും മരം വീണ വീട് തകർന്നിട്ടുണ്ട്. മാവൂരിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. ഇംതിയാസിനോട് ചോദിക്കാം എങ്ങനെയാണ് കോഴിക്കോടെ അവസ്ഥ എന്നുള്ളത്. ഇംതിയാസ്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീടുകളിൽ ആകെ വെള്ളം കയറിയ സ്ഥിതിയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു മഴയുടെ അവസ്ഥ? ജയലക്ഷ്മി, രാവിലെ ആദ്യ 7 മണി മുതൽ ഒക്കെ മഴ മാറി നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മഴ വീണ്ടും തുടർന്ന് പെയ്യുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ചെറിയ കാറ്റോട് കൂടിയ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. മലയോര മേഖലയിലും മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴ പെയ്തതോടുകൂടി മാവൂർ ഭാഗത്തൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 3 വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയതായി പറയുന്നത്. എന്നാൽ ആ പ്രദേശത്ത് ഇപ്പോൾ മഴ കുറയുന്നുണ്ട്. മഴ കുറഞ്ഞതോടുകൂടി വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയെന്നും അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 16 ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ചാലിയാർ പുഴയും ഇരുവഴിഞ്ഞി പുഴയും ഒക്കെ കര കവിഞ്ഞൊഴുകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കുറ്റ്യാടി മേഖലയിലേക്ക് വരുമ്പോൾ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ മരുതോങ്കരയിൽ ഒരു വീടിന് മുകളിൽ തെങ്ങ് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ നരിപ്പറ്റയിലേക്ക് വരുമ്പോൾ നരിപ്പറ്റയിൽ ഒരു വീടിന് മുകളിൽ ഇതേപോലെ തെങ്ങ് വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ കാര്യങ്ങൾ. മാവൂരിൽ വെള്ളം കയറിയതുൾപ്പെടെ വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വയനാട് മേഖലയിലേക്ക് വരുമ്പോൾ വയനാട് ബത്തേരിയിൽ വൈദ്യുതി മരങ്ങൾ മറ്റും കടപുഴകിയും ശക്തമായ കാറ്റിലുമൊക്കെ വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. അവിടെ KCB അധികൃതരൊക്കെ എത്തി വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പാടി മാനിവയലിൽ ഇതേപോലെ തന്നെ മരം വീണിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വീടുകൾക്കും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഓടുകൾ പൊട്ടി വീട് ഭാഗികമായി തകർന്നിരിക്കുന്ന അവസ്ഥയൊക്കെയാണുള്ളത്. വിലങ്ങാട് ഭാഗത്ത് ഈ മിന്നൽ ചുഴലിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഈ വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സ്ഥിതിവിശേഷമാണ്. വൈദ്യുതി ബന്ധം താറുമാറാവുകയാണ് വിലങ്ങാട് മേഖലയിലും ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലൊട്ടാകെ ഈ ചെറിയ കാറ്റോട് കൂടിയ മഴ തുടരുകയാണ്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്, എന്തായാലും കോഴിക്കോട്